മമ്മൂട്ടി നായകനായി വരുന്ന ബസൂക്ക എന്ന് പറയുന്ന സിനിമ വളരെയധികം കുറേയധികം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ആ സിനിമയെക്കുറിച്ച് വന്നിരുന്നു. തുടക്കം മുതൽ തന്നെ വലിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസും പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അന്ന് മുതൽ തന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ സിനിമ റിലീസ് ചെയ്യട്ടെ, അതിനുശേഷം മാത്രമേ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പടം പറഞ്ഞത് ബറോസ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ സിനിമയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നു, ഡബ്ബിംഗ് പൂർത്തിയാകുന്നു, എല്ലാ വർക്കുകളും പൂർത്തിയാകുന്നു, ഇതേ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നു, വീണ്ടും റീഷൂട്ട് വയ്ക്കുന്നു, ഇത് വീണ്ടും ഷൂട്ട് ചെയ്യുന്നു, അത് വീണ്ടും ഡബ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, റിലീസ് വയ്ക്കുന്നു, ദേ വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു. ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിനോ ഡെനീസ് പടം റിലീസ് ചെയ്ത സംവിധായകനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും ഒരു കാര്യം എടുത്തു പറയാൻ സാധിക്കും, അത് സംവിധായകന്റെ പിടിപ്പുകേട് തന്നെയാണ് ഈ റീഷൂട്ട് എന്ന് പറയുന്ന സംഭവം. അല്ലാതെ ഒരു കാരണവശാലും ഒരു സിനിമയ്ക്കും റീഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും ചെയ്തിട്ട് തന്നെയായിരിക്കണം അവിടെ നിന്ന് വരുന്നത്. അത് ചെയ്യാതെ മറന്നു പോയിട്ടാണ് ഈ റീഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്ത ഭാഗം മോശമായതുകൊണ്ടാണ് അത് റീഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അതിന്റെ സംവിധായകൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് തന്നെയാലും ഇപ്പോൾ സിനിമയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 14 അന്നാണ് മറ്റേ വാലന്റൈൻസ് ഡേ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബസൂക്കയ്ക്കും വാലന്റൈൻസ് ഡേക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്ത് തന്നെയായാലും സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കണ്ട പോസ്റ്ററുകളെല്ലാം ഗംഭീരമായിരുന്നു. അത് തന്നെയാണ് ബറോസിലും കണ്ടത്. ബാക്കി വരട്ടെ, കൂടുതലായിട്ട് ടീസറും ട്രെയിലറൊക്കെ വരട്ടെ, അപ്പോൾ നോക്കാം. ശരി, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു.